ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും പഴമൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. അത് രണ്ടുമായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അതൊന്ന് വാടി വരണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഗോതമ്പിൻ്റെ മിക്സ് കൂടെ തയ്യാറാക്കാനുണ്ട്. അത് നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാനൊരു കപ്പ് അളവിൽ ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത്. 3 ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അരിച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മാവ് കട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ മിക്സ് ചേർത്തിട്ട് മാവ് കട്ട് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരു ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇവിടെ കുറച്ച് കട്ടിയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഓരോ സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ടൈമിൽ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയാൽ നമുക്കിതുപോലെ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒരു ഈർക്കിൽ വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നമ്മുടെ ഈർക്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നാക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കത് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇതുപോലെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.